നമസ്കാരം. പശ്ചിമേഷ്യൻ സമുദ്രമേഖലയിൽ തങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യാൻ വരുന്ന ഏത് വൻ ശക്തികളെയും നേരിടാൻ ഇറാൻ സജ്ജമാണ് എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഹോർമൂസ് കടലിടുക്കിൽ ദൃശ്യമായത്. സ്വന്തം മണ്ണിലും വെള്ളത്തിലും വിദേശ സൈനിക സാന്നിധ്യം അനുവദിക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപിത നിലപാട് വെറും വാക്കല്ലെന്നും ലോകം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ അമേരിക്ക നടത്തുന്ന അനാവശ്യ പ്രകോപനങ്ങൾക്ക് ഇറാനിയൻ മിസൈൽ പടയും നാവികസേനയും നൽകിയ മറുപടി അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളായ USS ട്രക്സ്റ്റൺ, USS മേസൺ എന്നീ ഡിസ്ട്രോയറുകൾ കടലിടുക്കിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചപ്പോഴാണ് ഇറാൻ സൈനിക കരുത്ത് പുറത്തുവന്നത്, അല്ലെങ്കിൽ അവർ പുറത്തെടുത്തത്. അത്യാധുനിക മിസൈൽ ഡ്രോൺ ബാരേജുകൾ ഉപയോഗിച്ച് ഇറാൻ നടത്തിയ മിന്നൽ ആക്രമണം അമേരിക്കൻ നാവികസേനയുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിച്ചു കളഞ്ഞു. തങ്ങളുടെ റഡാർ സംവിധാനങ്ങൾ മിസൈലുകളെ തടഞ്ഞുവെച്ചു എന്നും അമേരിക്ക അവകാശപ്പെടുമ്പോൾ ഇറാന്റെ കൃത്യതയാർന്ന പ്രത്യാക്രമണത്തിൽ അമേരിക്കൻ കപ്പലുകൾക്ക് കനത്ത ആഘാതമേറ്റു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും മിസൈൽ വർഷത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ വിപ്ലവ ഗാർഡുകൾക്ക് 6 അതിവേഗ ബോട്ടുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ വളഞ്ഞ് കടലിലെ ഇറാന്റെ തന്ത്രപരമായ മേധാവിത്വത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും ഇറാന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. UAE തീരത്ത് നങ്കൂരമിട്ടിരുന്ന ദക്ഷിണ കൊറിയൻ കപ്പലായ HMM നാമുവിന് നേരെയുണ്ടായ സ്ഫോടനം മേഖലയിലെ പുതിയൊരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ പക്ഷം ചേർന്ന് ഇറാനെ ഉപരോധങ്ങൾക്കും, അതായത് ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾക്കും പ്രകോപനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കയുടെ ദൗത്യത്തിൽ ചേരണമെന്ന ട്രംപിന്റെ ആഹ്വാനം സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ സ്വാഭാവികമായ അവകാശമാണെന്നും അവിടെ നടക്കുന്ന ഏതൊരു വിദേശ വിന്യാസവും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇറാൻ തകർന്നു വീഴും എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പദവി ഭീഷണികളെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് ഇറാൻ മുന്നോട്ടു പോകുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ ലോകത്തെ വൻകിട ശക്തികൾക്ക് പോലും വെല്ലുവിളിയാവുകയാണ്. എന്തായാലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം നിയന്ത്രിക്കുന്നതിന്റെ ഇറാന്റെ ശേഷി ആഗോള വിപണിയെയും ഇന്ധനവിലയും സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ്. നിഷ്പക്ഷ രാജ്യങ്ങളെയും അമേരിക്കയുടെ സഖ്യകക്ഷികളെയും ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിലൂടെ അമേരിക്കയുടെ സാന്നിധ്യം എന്നത് മേഖലയുടെ സമാധാനത്തിന് എത്രത്തോളം അപകടകരമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഇറാൻ സാധിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ പുകയുന്ന കനലുകൾ വിരൽ ചൂണ്ടുന്നത്, അതായത് അവയുടെ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ വിപ്ലവത്തിലേക്കാണ്. സമാധാന ചർച്ചകളേക്കാൾ സൈനിക ബലത്തിന് പ്രാധാന്യം നൽകുന്ന അമേരിക്കൻ നയം മേഖലയെ തകർത്തെറിയുമ്പോൾ അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധമാണ് ഇറാൻ ഉയർത്തുന്നത്. സഖ്യകക്ഷികളെയും ഒപ്പം കൂട്ടി ഇറാനെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളെ ഫലം കാണുന്നില്ലെന്നും മാത്രമല്ല, ഓരോ ആക്രമണത്തിനു ശേഷവും ഇറാൻ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ അടുത്ത നീക്കങ്ങൾക്കും എന്തുതന്നെയായാലും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇറാന്റെ സൈനിക നേതൃത്വം. സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നുകയറ്റത്തിന് മുന്നിൽ തലകുനിക്കാത്ത ഒരു ജനതയുടെ പോരാട്ട വീര്യമാണ് ഹോർമൂസ് കടലിടുക്കിൽ ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രമാകുന്നത്. അമേരിക്കയുടെ ഓരോ നീക്കത്തെയും കൃത്യമായി നിരീക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതിലൂടെ പശ്ചിമേഷ്യയുടെ യഥാർത്ഥ കാവൽക്കാർ ആരാണ് എന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്.